പരാജയങ്ങളും ട്രോളുകളൊക്കെ ഏറ്റുവാങ്ങി ഏറ്റേഴ്സിനെ അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ 100 കോടി എന്ന മേളിൽ ഒരു 500 കോടിയൊക്കെ കേരളക്കരയ്ക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. വെറുതെ പറയണതല്ല, ഞെട്ടി. സത്യം പറഞ്ഞാൽ വാ തുറന്ന് ഞെട്ടിയിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല മോളിവുഡിൽ എടുക്കാൻ പറ്റും. ആ മോളിവുഡിൽ എടുത്ത പടമാണ് എമ്പുരാൻ. ടീച്ചർ റിലീസ് ചെയ്യുക മാത്രമല്ല അത് ഹൗസ്ഫുൾ ആവുക, അതിനുവേണ്ടി എത്ര മണിക്കൂറാണ് നിന്നതെന്ന് നിങ്ങളെല്ലാം കണ്ടു. അത് ഞങ്ങളെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം എന്നാണ് നിങ്ങളൊക്കെ പറയണമെങ്കിൽ അത് അഹങ്കാരം തന്നെയാണ്. അടിപൊളി ഹോളിവുഡ് ലെവൽ ഐറ്റം, സൂപ്പർ, ഒന്നും പറയാനില്ല, സൂപ്പർ, 100% ഹൈ എക്സ്പെക്ടേഷൻ ആയിട്ട് ഒന്ന് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. എൻ്റെ പൊന്നു ചേട്ടാ, ഇത് എന്തോ നേട്ടാ. നമുക്ക് KGF ചെന്ന് എത്ര 2-3 മണിക്കൂർ കണ്ട എക്സ്പീരിയൻസ് 2 മിനിറ്റിൽ കണ്ടു തീർന്നു. ഒന്നും പറ, എനിക്ക് ഞെട്ടി. നമ്മൾ വാ തുറന്ന് തിയേറ്ററിൽ ആ ഒരു അവസ്ഥയായിരുന്നു. ഇങ്ങനെ ഇനി ഇതേപോലെ വേറെ സിനിമ വരാമെന്നും ഇന്ത്യയിൽ വരാൻ തോന്നുന്നില്ല. ടീച്ചർ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നാണത്. അമ്മാതിരി വേറെ ലെവൽ ഞെട്ടി. നമ്മൾ എന്നുവെച്ചാൽ വെറുതെ പറയണതല്ല, ഞെട്ടി. സത്യം പറഞ്ഞാൽ വാ തുറന്ന് ഞെട്ടിയിരുന്നു. ഒന്നും പറയില്ല. ഇത്ര ഇഷ്ടപ്പെട്ട വേറെ ടീച്ചർ ഇനി ഇല്ല. ഇത്ര ഇഷ്ടപ്പെട്ട ടീച്ചറില്ല. അമ്മാതിരി ലെവൽ, ഒന്നും പറയില്ല. ഈ സിനിമയ്ക്കാണ് ഒരു 1000 അല്ല 2000 കോടിക്കുള്ള ഉണ്ട് ഈ പടം. ഇനി മലയാള സിനിമയിൽ ഇത് വെച്ച് ഇനി കയറാൻ തുടങ്ങി. പക്ഷേ 2000 കോടിക്കുള്ള പടം ഉണ്ട്, കയറാൻ തോന്നുന്നു കണ്ടിട്ട്. അമ്മാതിരി പടം, ഒന്നും പറയില്ല. സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു നടൻ്റെ പേരിൽ ഒരു ടീച്ചർ ഷോ വയ്ക്കുക. അത് കേരളത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് മാത്രമല്ല, തിരുവനന്തപുരത്ത് തന്നെ വെഞ്ഞാറമൂട്, കൊല്ലം, പിന്നെ GCC ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ടീച്ചർ വയ്ക്കുകയാണ്. ഇത് ഒരു നടനും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് ടീച്ചർ റിലീസ് ചെയ്തിരിക്കുന്നത്. ടീച്ചർ റിലീസ് ചെയ്യുക മാത്രമല്ല അത് ഹൗസ്ഫുൾ ആവുക, അതിനുവേണ്ടി എത്ര മണിക്കൂറാണ് നിന്നതെന്ന് നിങ്ങളെല്ലാം കണ്ടു. ഇത് ചരിത്രത്തിൽ മലയാളത്തിൽ ഒരു നടൻ ഇത്രയും കാലം സമ്പാദിക്കാൻ പറ്റാത്ത കാര്യമാണ്. മലയാളത്തിൽ ആദ്യത്തെ 50 കോടി 75 കോടി 100 കോടി 150 കോടിയൊക്കെ ലാലേട്ട കൊണ്ടുവന്നെങ്കിൽ മലയാളത്തിന് ആഗോള സിനിമ രീതിയിൽ വികസിപ്പിക്കുന്ന രീതിയിൽ, മലയാള സിനിമയെ വാണിജ്യപരമായി വളർത്തുന്ന രീതിയിൽ ലാലേട്ടൻ ഉറപ്പായിട്ട് ഇത് 500 കോടി 100% വരുമെന്ന് നമുക്ക് 100 അല്ല 150% ഉറപ്പോടുകൂടി പറയാണ്. മലയാള സിനിമയുടെ ഏറ്റവും വലിയ വിജയം എമ്പുരാനാവും. അത് മോഹൻലാൽ ഫാൻസ് അഭിമാനത്തോടു കൂടി തന്നെയാണ് ഇത് പറയുന്നത്. അത് ഞങ്ങളെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം എന്നാണ് നിങ്ങളൊക്കെ പറയണമെങ്കിൽ അത് അഹങ്കാരം തന്നെയാണ്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയമാവാൻ പോവുകയാണ്. എല്ലാവരും കാത്തിരുന്നു. മാർച്ച് 27 എന്ന് പറയുന്ന ദിവസം ലൂസിഫർ ഇറങ്ങി അതേ സീസണിൽ എമ്പുരാൻ ഇറങ്ങുകയും ചെയ്യും. മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയമാവുകയും ചെയ്യും. ടീച്ചർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ KGF കണ്ടു, നമ്മളിപ്പം രാജമൗലിയുടെ പടങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മളിപ്പം ഹോളിവുഡിൽ തന്നെ പല പടങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം മലയാളത്തിൽ ഇത്ര ബഡ്ജറ്റിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ മോളിവുഡിൽ നിന്ന് ഇത്രയും ബഡ്ജറ്റിൽ ആ ഒരു ആശീർവാദ് പുറശ ആ പടം ഇറക്കുകയും ചെയ്ത് ലാലേട്ടൻ അതിൽ നായകനാക്കേണ്ട ഒരു കോൺഫിഡൻറ്റ് പൃഥ്വിരാജ് കാണിക്കുകയും ചെയ്തു. നമുക്ക് ആ ടീസറിൽ തന്നെ കാണാൻ പറ്റി അതെന്താണ് ആ പടത്തിലുള്ളത് നമുക്കുള്ളത്. അതായത് നമുക്ക് തന്നെ ഊഹിക്കുക ആ പടം എന്താണെന്ന്. അതായത് ലാലേട്ടൻ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു വരുമ്പോൾ തന്നെ നമുക്ക് സ്ക്രീൻ അതായത് അയാളുടെ സ്ക്രീൻ പ്രസൻസ് നമുക്കറിയാമല്ലോ, ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് നമുക്കറിയാമല്ലോ. അത് വെറും ഇത്രയും ടീസറിൽ തന്നെ ഒരു 2-3 ഷോട്ട് ലാലേട്ടൻ കാണിച്ചപ്പോൾ പോലും അത്രയും തിയേറ്ററിൽ ഇളകുകയായിരുന്നു. അതായത് ബാക്കി ഷോട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാം. അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും ഈ കാര്യം നമുക്ക് പറയാം, ഇതൊരു ഇൻ്റർനാഷണലി പടമാണ്. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുമല്ലോ ഹോളിവുഡ് പടങ്ങളെ പോലെ നമുക്ക് എടുക്കാൻ പറ്റില്ലെന്ന്. ഉറപ്പായിട്ടും പറയാം, ഹോളിവുഡ് പടങ്ങളെ പോലെ തന്നെ ഇന്ത്യയിലും എടുക്കാൻ പറ്റും. ഇന്ത്യയിൽ മാത്രമല്ല മോളിവുഡിലും എടുക്കാൻ പറ്റും. ആ മോളിവുഡിൽ എടുത്ത പടമാണ് എമ്പുരാൻ. ആ എമ്പുരാൻ ഉറപ്പാണ്. മാർച്ച് 27 ഈ പറഞ്ഞതിൻ്റെ ബാക്കി നമുക്ക് കാണാൻ പറ്റും. മലയാള ഇൻഡസ്ട്രിയിൽ ഒരു പുത്തൻ കാൽവയ്പായി സംഭവിക്കുന്നു. കളക്ഷൻ 100 കോടി എന്ന മേളിൽ ഒരു 500 കോടിയൊക്കെ കേരളക്കരയ്ക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇറങ്ങാൻ. ടീച്ചറിന് ഇതേ ഒരു ആവേശമാണെങ്കിൽ പടത്തിന് ഇതിൻ്റെ ഒരു ട്രിപ്പിൾ മടങ്ങായിരിക്കും ഇതിൻ്റെ ആവേശം. ഹെവി സാധനം, ഒരു രക്ഷയില്ല, ഹെവി. നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ഒന്നും പറയില്ല. മാരക ഐറ്റം, അടിപൊളി. അന്യായ ഐറ്റം ജംഗിൾ. സുരാജ് കുഞ്ഞാറോട് പറഞ്ഞില്ലേ ജംഗിൾ പൊളി, അതാണ് സംഭവം. പൃഥ്വിരാജ് ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി മാർച്ച് 21 കാത്തിരിക്കുന്ന ഒരു പാടാണ് ഉള്ളത്. ഒന്നും പറയാല്ല, വേറെ ഒന്നും പറയാല്ല. വീട്ടിൽ ചെന്ന് ഒന്നുകൂടെ വൃത്തിയായിരുന്ന് കാണണം, ഡീറ്റെയിൽ ആയിട്ട് കാണണം, അത്രേ ഉള്ളൂ. ലാലേട്ടൻ രാജുവേട്ടാ, ഒന്ന് ചോദിക്കാനുള്ളത്, താങ്കൾ ആദ്യം പറഞ്ഞത് ഇതൊരു ചെറിയ സിനിമയെന്നാണ് പറഞ്ഞത്. ഇത് എന്തോന്ന് ചെയ്ത് വെച്ചിരിക്കണത്? തൊണ്ടയൊക്കെ പോയി. കിട്ടില്ല സാധനം, ഒന്നും പറയാനില്ല. ലാലേട്ടനെയൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ എന്തോ ഓളം. ഇത്ര നാളായി ഇതുപോലെ ഈ മനുഷ്യനെ ഇങ്ങനെ ഒന്ന് കണ്ടിട്ടറിയാം. പരാജയങ്ങളും ട്രോളുകളൊക്കെ ഏറ്റുവാങ്ങി ഏറ്റേഴ്സിനെ അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് വെറും സാമ്പിൾ. ഇനി പൂരം 27 പകല